മലയാളത്തിൽ നിരവധി റീ റിലീസുകൾ സംഭവിക്കുന്ന സമയമാണിപ്പോൾ. ഈ ആഴ്ചയും മലയാളത്തിലെ ഒരു പ്രമുഖ ചിത്രം തിയേറ്ററിൽ റീ റിലീസായി എത്തിയിരുന്നു. 1998 റിലീസ് ചെയ്ത് ബ്ലോക്ക് ബസ്റ്ററായി മാറിയ സമ്മർ ഇൻ ബത്ലഹേമാണ് ഈ ആഴ്ച തിയേറ്ററിൽ എത്തിയത്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടത്ര വിജയം നേടാൻ കഴിയുന്നില്ല. വലിയ രീതിയിലുള്ള പ്രൊമോഷനും അതുപോലെ മറ്റ് പരിപാടികളും ഒക്കെ ആയിട്ടാണ് സിയാദ് കോക്കർ തന്റെ ഈ ചിത്രത്തെ തിയേറ്ററിൽ എത്തിച്ചത്. പക്ഷേ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ തിയേറ്ററിൽ ആളെ നിറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. സിയാദ് കോക്കറുടെ മുൻപത്തെ ഒരു റീ റിലീസായ ദേവദൂതൻ സൂപ്പർ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരുന്നു. വലിയ രീതിയിൽ ഫാൻ ഫോളോയിങ് ഉള്ള മലയാളത്തിലെ ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് സമ്മർ ഇൻ ബത്ലഹേം. എന്നിട്ട് പോലും സിനിമയ്ക്ക് തിയേറ്ററിൽ വലിയ വിജയമാവാൻ കഴിയുന്നില്ല. ദേവദൂതന്റെ വിജയം റിപ്പീറ്റ് ചെയ്യുമെന്ന് കരുതിയ സിയാദ് കോക്കറിന്റെ ചിത്രമായിരുന്നു സമ്മർ ഇൻ ബത്ലഹേം. വലിയ രീതിയിൽ പ്രേക്ഷകർ ഈ ചിത്രത്തിന്റെ റീ റിലീസ് ഒക്കെ ഡിമാൻഡ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ. എന്നാൽ വലിയ അനക്കമൊന്നും തന്നെ റിലീസിന് മുൻപോ റിലീസിന് ശേഷമോ സമ്മർ ഇൻ ബത്ലഹേമിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള 4K കണ്ടന്റ് തന്നെയാണ് തിയേറ്ററിൽ എത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ സമ്മർ ഇൻ ബത്ലഹേം പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രമുഖ റിലീസുകൾ ഒന്നും കൂടെ ഇല്ലാതിരുന്നിട്ട് പോലും സമ്മർ ഇൻ ബത്ലഹേമിന് തിയേറ്ററിൽ വീക്കെൻഡിൽ പോലും ആളെ നിറയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് റീ റിലീസ് ചിത്രങ്ങൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. റീ റിലീസുകളെ കുറിച്ച് ആലോചിക്കുന്ന പ്രൊഡ്യൂസർമാരെല്ലാം ഏത് തരത്തിലുള്ള സിനിമയാണ് റിലീസ് ചെയ്യേണ്ടത് എന്നുള്ളതും വീണ്ടും ആലോചിക്കുന്ന ഒരു സാഹചര്യമാണ് സമ്മർ ഇൻ ബത്ലഹേം സൃഷ്ടിച്ചിരിക്കുന്നത്.